ഹിജാബ് വിവാദത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് സ്കൂൾ മാനേജ്മെന്റും PTA-യും പ്രതികരിച്ചതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ആക്ഷേപിക്കാനാണ് ശ്രമിച്ചത്. സർക്കാരിനെ വെല്ലുവിളിക്കാൻ നോക്കേണ്ട, ഭരണഘടനയും കോടതി വിധിയും മാനിച്ച് മുന്നോട്ടു പോകണം, ഇല്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ അധികാരികളും മാനേജ്മെന്റും എടുത്ത തീരുമാനം ഗവൺമെന്റിന് വ്യത്യസ്ത അഭിപ്രായമില്ലെന്ന് ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് ഇന്നലെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാരവാഹികളും നിയമ ഉപദേശകരായി രംഗത്ത് വന്നിട്ടുള്ളവരും PTA-യുടെ ഭാരവാഹികളും ആവർത്തിച്ച് ഇന്നലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവർ ഇന്നലെ വ്യക്തമാക്കിയപ്പോൾ ചില ഭീഷണികളും ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഗവൺമെന്റിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും വളരെ മോശമായിട്ടാണ് പ്രതികരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ഈ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട്, ഇല്ലെങ്കിൽ മന്ത്രി ഇതിനെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ എതിരാകുന്നു എന്നാണ് പറയുന്നത്? അതിനപ്പുറത്തേക്ക് ഇന്നലെ ആ മാനേജ്മെന്റിന്റെ അഡ്വക്കേറ്റിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് സർക്കാരിന് ഒരു പണി കൊടുക്കാമെന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പ്രതികരണവും ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ സർക്കാരിനെ ഒന്ന് ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യമാണോ എന്നൊരു സംശയം ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിയുടെ പ്രതികരണം. എന്താണ് അദ്ദേഹം പറയുന്നത്? തന്നെ ഇക്കാര്യത്തിൽ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വേണ്ടി മാനേജ്മെന്റും ഒപ്പം തന്നെ അഭിഭാഷകനും രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുള്ള നിലപാടാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ഭീഷണി സർക്കാരിനോട് വേണ്ട, ഒപ്പം തന്നെ സർക്കാരും അതിന്റെ കൃത്യമായ നിയമവശങ്ങൾ പരിശോധിച്ചാണ്. വിജിനിലേക്ക് വരാം. എന്തായാലും സർക്കാരിനെ വെല്ലുവിളിക്കേണ്ട എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അത് സെറ്റിലായെങ്കിൽ അത് അങ്ങനെ പോട്ടെ, നല്ല കാര്യം എന്ന് പറഞ്ഞ മന്ത്രിയാണ് വീണ്ടും പ്രകോപിപ്പിച്ച് ഇന്നിപ്പോൾ വളരെ രൂക്ഷമായ പ്രതികരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഭരണഘടന അനുസരിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഹിജാബ് വിവാദത്തിലാണ് മന്ത്രി വി ശിവൻകുട്ടി നിലപാട് വ്യക്തമാക്കുന്നത്. മാനേജ്മെന്റിന്റെ പ്രതികരണം അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം മാനേജ്മെന്റിന് വേണ്ടി ഹാജരായ അഭിഭാഷകയുടെ രീതികൾ, ഇല്ലെങ്കിൽ അവർ സംസാരിച്ചത്, മാധ്യമങ്ങളോട് പ്രതികരിച്ച കാര്യങ്ങളിൽ പോലും ഈ തരത്തിൽ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടൽ, ഇല്ലെങ്കിൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് എന്നൊരാരോപണം കൂടി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മന്ത്രി വിഷയത്തിൽ വീണ്ടും പ്രതികരിച്ചിരിക്കുന്നത്. വിജിൻ വീണ്ടും ചേരുന്നുണ്ട്. വിജിൻ, ഇതോടുകൂടി ഈ വിവാദത്തിലെ പ്രതികരണം ഒരുപക്ഷെ മന്ത്രി നിർത്തും. ആ രീതിയിലായിരുന്നു, അത്ര കണിശമായിട്ട് രൂക്ഷമായിട്ടുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. തുടർന്നോളൂ നേരത്തെ പറഞ്ഞത്. തന്നെ തീർച്ചയായും വിഷയം എന്തായാലും പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റും ഒപ്പം തന്നെ അഭിഭാഷകരുമൊക്കെ സ്വീകരിച്ച നിലപാട് അത് സർക്കാരിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന് കൃത്യമായ നിയമവശങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകാനുള്ള അധികാരമുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പിനും ഒപ്പം തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർക്കും അക്കാര്യത്തിൽ അധികാരമുണ്ട്. ചട്ടങ്ങൾ കൂടി ഓർമ്മിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായ ഈ നിലപാട് ഇക്കാര്യത്തിൽ വീണ്ടും ആവർത്തിക്കുന്നത്. എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിലേക്ക് ഇനി പോകേണ്ട കാര്യമില്ല. പക്ഷേ നിലവിൽ ഇത്തരത്തിലുള്ള ഭീഷണിയുമായി മുന്നോട്ട് വന്നാൽ അതിനെ ആ വെല്ലുവിളിയെ നേരിടാൻ സർക്കാരിന് അറിയാം. കാരണം സർക്കാരിന് ഈ എയ്ഡഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ ചട്ടങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസ നിയമത്തിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരം വെല്ലുവിളികൾ വേണ്ട. ഏതെങ്കിലും ഒരു സ്കൂളിലോ ഏതെങ്കിലും ഈ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലോ ഇത്തരം മോശം പ്രവണതകൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ, അതിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നടപടി സ്വീകരിക്കാനും സർക്കാരിന് അധികാരമുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. ഇതിൽ കോൺഗ്രസിന് വേണ്ടി മാനേജ്മെന്റും PTA-യും ഒപ്പം തന്നെ അഭിഭാഷകനും രാഷ്ട്രീയം കളിക്കുകയാണ്. ആ രാഷ്ട്രീയം തുടരേണ്ടതില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത്തരം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോവുകയോ ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയോ ചെയ്യുന്ന നിലപാട് സ്വീകരിക്കരുത് എന്ന നിലപാടാണ് നേരത്തെ തന്നെ കൈക്കൊണ്ടിട്ടുള്ളത്. ഏത് ചെറിയ പ്രശ്നങ്ങളിലും വിദ്യാഭ്യാസ വകുപ്പ് കൃത്യമായി ഇടപെടുകയും അതിൽ നിലപാട് സ്വീകരിക്കുകയും മോശമായ പ്രവണതകൾ കണ്ടാൽ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്.